ഇന്ത്യയിലെ ഗണിതശാസ്ത്ര പ്രവർത്തനത്തിനെ പറ്റി ചില ആൾക്കാരൊക്കെ എഴുതിയിരിക്കുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയിലെ ചില പ്രൊസീജിയറുകളൊക്കെ അവർ പറയും, ചില തത്വങ്ങളൊക്കെ അവർ പറയും. അങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താൽ അത് കിട്ടും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയും. അല്ലാതെ അവരുടെ കയ്യിൽ തെളിവൊന്നും കാര്യങ്ങൾ കൃത്യമായി തെളിയിക്കുന്ന കാര്യത്തിലൊക്കെ ഇന്ത്യക്കാർ വളരെ മനസ്സിലാക്കും. അതൊക്കെ എനിക്ക് അത് താല്പര്യം. ഇതിങ്ങനെ ഇത് അങ്ങനെ അത് പറയും. ഇങ്ങനെയാണ് ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ സ്ഥിതി എന്നൊരു ആരോപണം എല്ലാ പല ഗണിതശാസ്ത്ര ചരിത്രത്തിന്റെ പുസ്തകങ്ങളും നോക്കിയാണ്. ഉദാഹരണമായിട്ട് മോറിസ് ക്ലൈൻ, അതേപോലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ബുക്ക് നോക്കിയാൽ, അതായത് ഇന്ത്യക്കാർക്ക് പ്രൂഫിലൊന്നുമില്ല, അതിൽ അവർക്ക് അറിയില്ല. അവർ ജസ്റ്റ് കാര്യം പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ അങ്ങനത്തെ ചില കാര്യങ്ങൾ മാത്രമേ പറയൂ. ഇതാണ് ഇന്ത്യയുടെ ഗണിതശാസ്ത്ര പാരമ്പര്യം എന്ന് ഒരു പറച്ചിൽ ഈ പല പ്രധാനപ്പെട്ട ഗണിതശാസ്ത്ര പുസ്തകങ്ങളിൽ പോലും കാണാം. ഇത് എത്രത്തോളം ശരിയാണ് ഇന്ന് പരിശോധിക്കേണ്ടത് ഈ കോണ്ടെക്സ്റ്റിൽ ആവശ്യം. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, പണ്ടത്തെ ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ തെളിവുകളായി നമ്മൾ എടുക്കുന്ന പുസ്തകങ്ങളൊക്കെ നോക്കാം. ആദ്യകാല പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ ഒന്നാണെങ്കിൽ ശുൽബസൂത്രം, പിന്നെ എന്ന് പറഞ്ഞ ആര്യഭടി, ഇതുപോലെ കൃതികളൊക്കെ. ഈ ശുൽബസൂത്രത്തിലും ആര്യഭടിയത്തിലൊക്കെ കാര്യങ്ങൾ ഫോർമുല മാതിരി പറഞ്ഞിരിക്കാം. ആര്യഭടിയൊക്കെ വലിയ മഹത്തായ പുസ്തകമാണ്. പക്ഷെ സംഭവം വളരെ ചെറുതാട്ടോ, വളരെ കുറച്ച് ശ്രമിക്കുന്നത്. ശ്ലോകം കേട്ടോ. ആര്യഭടി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആൾക്കാർ എന്തോ വളരെ വലിയൊരു പുസ്തകം തരും. വളരെ ചെറിയ പുസ്തകം. അപ്പൊ അതിലെന്താ ചെയ്തിരിക്കുന്നത്? കാര്യങ്ങളൊക്കെ ആര്യഭടൻ വളരെ കാച്ചിക്കുറുക്കി ഒരു ഫോർമുല പോലെ പറഞ്ഞു. ആ ശ്ലോകങ്ങൾ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാവണമെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് വായിക്കും. അത്രയും ചുരുക്കിട്ടാവും. ശുൽബസൂത്രങ്ങളെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ശുൽബസൂത്രം എന്നാണ് എന്റെ പേര് തന്നെ. സൂത്രങ്ങളാണ് ഇല്ല. സൂത്രം എന്ന് പറഞ്ഞാൽ ഫോർമുല എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെയുള്ള ഇംഗ്ലീഷിലെ എന്താ പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ റൂട്ട് ഓഫ് അങ്ങനത്തെ ഫോർമുലയൊക്കെ ഉണ്ടല്ലോ. അതേപോലെ രൂപം അതല്ല, പക്ഷെ ഏകദേശം അതേ ഫലം വരുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ സൂത്രങ്ങൾ. സൂത്രരൂപത്തിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യാതെ അത് കാര്യം മാത്രമാണ്. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ അന്ന് ഈ വൻതോതിൽ ആൾക്കാർക്ക് എഴുതാനുള്ള സംവിധാനങ്ങളൊന്നും അവൈലബിൾ ആണ്. ഈ ആൾക്കാരൊക്കെ എഴുതിയത് എങ്ങനെയാ അറിയാം? ഞാൻ മുമ്പ് ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ കരിമ്പനയുടെ, കേരളത്തിലൊക്കെ ആണെങ്കിൽ കരിമ്പനയുടെ ഓല പ്രോസസ് ചെയ്തിട്ട് അതിൽ ഇരുമ്പിന്റെ ഒരു എഴുത്താണ്. അത് എഴുതുന്ന ഭയങ്കര വിഷമം പിടിച്ച പണിയാണ്. എഴുതാൻ പറ്റും, സുഖം തരും. ഈ എഴുതാനുള്ള സൗകര്യങ്ങളും വളരെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായിട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എഴുത്ത് പൊതുവെ വളരെ കുറവായി. മിക്കവാറും അന്നത്തെ കാലത്തുള്ള ടീച്ചിങ് കൂടുതലും നടത്തിയത് നേരിട്ട് ഓറൽ ഇൻസ്ട്രക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാത്തമാറ്റിക്സ് അറിയാവുന്ന ഒരാൾ വീട്ടിൽ പോയി താമസിക്കും. ആർക്കെങ്കിലും താമസിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ, ജാതിയൊക്കെ നോക്കിയിട്ടുള്ള താമസിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഏതെങ്കിലും മതക്കാരും ഒരു വീട് താമസിക്കുന്ന പരിപാടി മുമ്പൊന്നുമില്ല. അപ്പൊ മിക്കവാറും അങ്ങനെ ചിലരൊക്കെ ഈ ശിഷ്യന്മാരോട് സ്നേഹം കൊണ്ട് ചില അഗ്രഹത്തിലുള്ള വിട്ടുവീഴ്ച പറ്റില്ല. കാരണം ആ സബ്ജക്റ്റിനോടുള്ള താല്പര്യം കൊണ്ടും പുരോഗമന ചിന്താഗതി കൊണ്ടും അറിവ് കൊണ്ടും ഒക്കെ ചില ഗുരുക്കന്മാര് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ജാതിപരമായ നിങ്ങൾ പഴയ പുരാണങ്ങളും തന്നെ കേട്ടതല്ലേ, അസ്ത്രം ചെയ്യുന്ന കാര്യം പഠിപ്പിക്കണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾ ജാതി ഏതാണ്, മറ്റേ ക്ഷത്രിയനാണോ ബ്രാഹ്മണനാണോ എന്നൊക്കെ ചോദിച്ചിട്ടല്ലേ പഠിപ്പിക്കും അല്ലെ? ആരെങ്കിലും പഠിച്ചാൽ അപകടം നിങ്ങൾക്ക് ഏകലവ്യന്റെ കഥയൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അങ്ങനെ ആരെങ്കിലും പഠിക്കുന്ന പ്രശ്നം ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ ഒരു ഗുരുവിന്റെ വീട്ടിൽ പോയി ആ വീട്ടിലുള്ള ഗുരുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മറ്റു ഗുരുവിനൊക്കെ വേണ്ട ചർച്ചകളൊക്കെ ചെയ്ത് കൊടുത്ത് അവിടെ ഇങ്ങനെ തെറ്റിപ്പിടി നിൽക്കുക. അതിന്റെ ഇടയിൽ ഗുരുവിന്റെ ഇത് കിട്ടി വല്ലതും കിട്ടിക്കണ്ടെങ്കിൽ പഠിക്കുക. ഗുരുവിന്റെ നല്ല സുലഭമായിട്ട് ചീത്തയടിയൊക്കെ ഇതിനാണ് ഗുരുകുല വിദ്യാഭ്യാസം. ശ്രീകൃഷ്ണൻ സാന്ദീപിനിയുടെ
ആശ്രമത്തിൽ പോയിട്ട് പഠിച്ച കഥ, കുട്ടികളുടെ കൂടെ പഠിച്ച കഥയൊക്കെ നമ്മൾ അപ്പൊ ഗുരുകുല വിദ്യാഭ്യാസം. ഈ ഗുരുകുലം എന്ന് പറഞ്ഞാൽ ഉയർന്നത് ഇപ്പൊ വലിയൊരു ഇല്ലുണ്ട് കൂടെ. ഞാൻ നേരത്തെ പറയാൻ ഓർമ്മിക്കാൻ എടുത്ത് പരാജയപ്പെട്ട ഒരു ഇല്ലത്തിന്റെ പേര് കൂടലൂർ. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഭാരതപ്പുഴയുടെ തീരത്ത് പല പല പാരമ്പര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറെ ഇല്ലങ്ങളുണ്ട്. ഞാനൊരു പേര് പെട്ടെന്ന് പറഞ്ഞു. ഇതാണ് വയസ്സായുള്ളവർ. നമ്മൾ പരിപാടിയൊക്കെ നിർത്താനായിട്ട് നിങ്ങളെപ്പോലൊന്നും നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഞാൻ ഈ ലെക്ചർ ചെയ്യാൻ ഉദ്ദേശം തന്നെയാണ്. കുറച്ച് കാലം ഇത്രയും ഓർമ്മ വരില്ല കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഏതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സംശയം വന്നു കേട്ടു നോക്കണ്ട. അതാണ് ഇതിന്റെ ഒരു വയസ്സാകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഓർമ്മ. അപ്പൊ കൂടലൂരുണ്ട്. സത്യം പറഞ്ഞാൽ കൂടലൂരൊക്കെ നമുക്ക് പെട്ടെന്ന് വരേണ്ടതായിരുന്നു. എന്നിട്ട് വരുമ്പോ ഞാൻ ഒരുപാട് പഠിപ്പിച്ചു. നിങ്ങൾ തന്നെ കണ്ടിട്ടോ. കൂടലൂർ എന്ന് പറയുന്നത് ഈ തിരുനാവായിക്ക് മറ്റേ ഭാരതപ്പുഴയ്ക്കൊക്കെ അടുത്തുള്ള ഒരു ഇല്ല. ഇവർക്ക് വ്യാകരണത്തിന്റെ കാര്യം വലിയ പാരമ്പര്യം. അവിടെ പതഞ്ജലിയുടെ ഒരു വിഗ്രഹം തന്നെയാണ്. പതഞ്ജലി എന്നുള്ള വ്യാകരണ ഭാഷ എഴുതിയ ആളെ പ്രതിമ അവിടെ ഉണ്ട്. അവർ വളരെ വിചിത്രമായ രീതിയിൽ ഈ വ്യാകരണം മറ്റു സംസ്കൃത പാഠ്യത്തിലൊക്കെ വളരെയധികം ഉയർന്ന പാരമ്പര്യം ഉണ്ടായിരുന്നാലും അതൊരു ഗുരുവില് അവിടെ ഒരുപാട് ആൾക്കാർ ഇതുവരെ വരിക പഠിക്കാം. ഒരു വലിയ പാരമ്പര്യം. ഈ മാധവനൊക്കെ ഒരുപക്ഷെ ഇരിങ്ങാലക്കുടക്കാരനാവാൻ പറ്റില്ല, കൂടലൂർക്കാരനാവാനാണ് സാധ്യത എന്ന് പി ദിവാകരനൊക്കെ തെളിയിക്കാൻ പഠിച്ചു. എനിക്ക് അത്ര വിശ്വാസമൊന്നും ആയിട്ടില്ല. പക്ഷെ എന്തായാലും കൂടലൂരിന് വലിയൊരു അറിവിന്റെ വലിയൊരു പാരമ്പര്യം. അതുപോലെ ഒരുപാട് ഇല്ലെങ്കിൽ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും പറ്റില്ല. കാരണം ഇങ്ങനത്തെ ഒരു ഗുരുവിലൊക്കെ നടത്തിക്കൊണ്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്രാമാണികരായ പണ്ഡിതരുടെ ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കാശൊക്കെ ചെലവാക്കാൻ താല്പര്യമുള്ള, അതിൽ കാശികമാക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവണം. അത്തരത്തിലുള്ള കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ടാണ് പലരും പഠിച്ചത്. അപ്പൊ ഒരു നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അവനെ ജനിച്ച നാട്ടിൽ ചിലപ്പോൾ പഠിക്കാൻ സൗകര്യമുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ഇന്ന സ്ഥലത്ത് നല്ലൊരു ഗുരു എടുത്ത് കേട്ട് അവിടെ പോവുക, അയാൾക്ക് ശുശ്രൂഷകളൊക്കെ ചെയ്ത് അയാളെ നോക്കി അവിടെ നിൽക്കുക, അദ്ദേഹത്തിന് ഇത് പഠിക്കാവുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഗുരു നേരിട്ട് ഓറലായിട്ടുള്ള. അപ്പൊ ചിലപ്പോൾ എന്ത് അറിയോ, ഒരു മണലിൽ ഇങ്ങനെ ചിത്രം വരച്ച് കാണും, അല്ലെങ്കിൽ ഒരു പലകയില് എന്തെങ്കിലും കാര്യം കൊണ്ട് എഴുതി. അങ്ങനെ ഗുരുവാണ് ശിശു നേരിട്ട് പറഞ്ഞത്. അപ്പൊ ഈ പ്രധാനപ്പെട്ട ഈ പ്രമാണങ്ങൾ മാത്രം, സൂത്രങ്ങൾ മാത്രമേ പുസ്തകങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ. അതിന്റെ മറ്റു വിശദാംശങ്ങൾ ഈ സൂത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പൊ ഞാൻ ലിയാസയെ വാരതി നിറതെ ആ ശ്ലോകം ഞാൻ വ്യാഖ്യാനിച്ച അർത്ഥം പറഞ്ഞില്ലേ, ആർക്കെങ്കിലും ആ ശ്ലോകം കേട്ട് കഴിഞ്ഞാൽ അത് ഗൃഹീകരിച്ചാണെന്ന് തോന്നും. അത് തോന്നണമെങ്കിൽ ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങളൊക്കെ വേണം. എന്ത് ഭൂതസംഖ്യ എന്താണ്, അല്ലെ, ഭൂതസംഖ്യ എന്താണെന്ന് അറിയണം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞ് മാത്രമേ മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ പറയണമെങ്കിൽ എന്ത് വേണം, ഇത് ആരെങ്കിലും പഠിപ്പിച്ചെടുത്താലേ പറ്റും. അല്ലാതെ പുസ്തകം ചുമ്മാ ഈ പുസ്തകം ആര്യപടി ഒരാളെ കിട്ടിയിരിക്കുക ഒരു കാര്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് സംസ്കൃതം അറിയാമെങ്കിൽ പോലും ആര്യപടിയും കിട്ടിയതുകൊണ്ട് നിങ്ങൾക്കൊരു അത് ആര്യപടിയും വായിക്കാൻ മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം, വേറെ ഒരുപാട് പുസ്തകങ്ങൾ അതിന്റെ വിവിധ വ്യാഖ്യാനങ്ങളും കൂടി വായിച്ചാൽ മാത്രമേ ആര്യപടിയത്തിൽ പറയുന്ന കാര്യം എന്താ നമുക്ക് എന്തെങ്കിലും അടിസ്ഥാനപരമായ പോലും. അപ്പൊ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഗുരു പഠിപ്പിക്കണം. അല്ലാതെ ആര്യപടിയും കിട്ടിയോടെ കാര്യമില്ല. ആര്യപടിയും പഠിപ്പിച്ചു തരാൻ പറ്റിയ ഒരു ഗുരുവിനെ കിട്ടണം. ഇത് ആ ഗുരു അത് പഠിക്കണം. അങ്ങനെയാണ് കൂടെ കുറെ കാലം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് പഠിച്ചത്. അപ്പം സാഹിത്യമായാലും ശാസ്ത്രമായാലും ഗണിതശാസ്ത്രമായാലും. അപ്പൊ ഇങ്ങനെ ഒരു ശിഷ്യനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ആ ശിഷ്യന്റെ ഗുരുവും അയാളുടെ ശിഷ്യന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പിൽക്കാലത്ത് കുറെ വേറൊരു ട്രെൻഡ് വന്നു. ചില ആൾക്കാരൊക്കെ എന്ത് ചോദിച്ചാല് ഈ പറഞ്ഞ ഗുരുവിന് കയ്യിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനം എന്നുള്ള രീതിയിൽ വേറെ പുസ്തകങ്ങളാണ്. അത് പ്രധാനപ്പെട്ട പ്രമാണ പുസ്തകമാണല്ലോ. പിന്നെ എന്ത് ചെയ്യും, അത് ആൾക്കാർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ അതൊന്ന് വ്യാഖ്യാനം, അതിന് വിശദാംശങ്ങൾ വെച്ചിട്ടുള്ള വ്യാഖ്യാനം, ഇങ്ങനത്തെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പൊ ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് വായിക്കാൻ കുറച്ചുകൂടി എളുപ്പമായി. ഈ മാത്രമല്ല ഗുരുവിനും ശിഷ്യനെ പഠിപ്പിക്കാനും എളുപ്പമായി. അതെടുത്ത് നോക്കിക്കോളാം. അപ്പൊ അങ്ങനത്തെ കുറെ വ്യാഖ്യാനങ്ങൾ വരുന്നത്. ചിലരെന്ത് അറിയോ, ഒരു പുസ്തകത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി മൊത്തത്തിൽ പഠിച്ചുകൊണ്ട് വളരെ വിപുലമായ ഒരു വ്യാഖ്യാനം. അങ്ങനെ വ്യാഖ്യാനങ്ങളുടെ ഭാഷ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ നീലകണ്ഠ സ്വാമിജിയുടെ ആര്യഭടി ഭാഷ അങ്ങനത്തെ വളരെ വിപുലമായ ഭാഷ എന്ന് പറഞ്ഞാൽ അതിന് നിരവധി ഈ
ഒറിജിനൽ ടെക്സ്റ്റിനെ പറ്റി, ആ ടെക്സ്റ്റിൽ വന്ന നിരവധി വ്യാഖ്യാനങ്ങളെ പറ്റി ഇതിനെല്ലാം കൂടി പഠിച്ചതിനെല്ലാം കൂടി സമാഹരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് പ്രത്യേകമായ അറിവുകൾ കൂടി ചേർത്തുകൊണ്ട് വിപുലമായ അങ്ങനത്തെ പ്രശ്നം. അപ്പൊ ഇവിടേക്കാണ് ഇതിന്റെ വിശദാംശങ്ങൾ. ഇപ്പൊ തിയറത്തിന്റെ പ്രൂഫ് പോയിട്ട് തിയർ എന്താണെന്ന് തന്നെ മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? വ്യാഖ്യാനങ്ങൾ. വ്യാഖ്യാനങ്ങൾ വായിക്കാൻ മനസ്സിലായെങ്കിൽ എന്ത് വേണം? അതിന്റെ വ്യാഖ്യാനം. ഇങ്ങനെയുള്ള ചില വ്യാഖ്യാനങ്ങൾ ആദ്യകാലത്ത് മലയാളത്തിൽ അതൊക്കെ കുറച്ച് കഴിഞ്ഞ ആദ്യകാലത്തല്ല പറഞ്ഞത്, പിന്നീടുള്ള സ്റ്റേജിൽ. കാരണം എന്താ, ഈ സംസ്കൃതം അറിയാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ സംസ്കൃതം നന്നായിട്ട് അറിയാത്ത ആൾക്കാർക്കും കൂടി ഇതൊക്കെ അറിയേണ്ട ഒരു ആവശ്യം വന്നാലല്ലേ മലയാളത്തിൽ വ്യാഖ്യാനിക്കേണ്ടതിന്റെ ആവശ്യമുള്ളൂ. അങ്ങനത്തെ സ്ഥിതി കുറച്ച് കഴിയുമ്പോഴേക്കേ വരും. അതായത് അബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ബ്രാഹ്മണരിൽ തന്നെ വേണ്ടത് സംസ്കൃത ബ്രാഹ്മണില്ലാത്ത ആൾക്കാരൊക്കെ ഈ വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യം ഉണ്ടാകുമ്പോഴോ അല്ലെ മലയാളത്തിലെ വ്യതിയാനങ്ങളുടെ ആവശ്യമാണ്. പിന്നെ അവരുടെ ശരിയായിട്ട് മറ്റു ഭാഷ അവരെല്ലാവരും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഭാഷയായ സംസ്കൃതത്തിലാണ് മിക്ക കൃതി വാചകങ്ങൾ. ക്രമേണ മലയാള വ്യാഖ്യാനങ്ങൾ. ഈ വ്യാഖ്യാന കൃതികളിലൊക്കെ ഈ സിദ്ധാന്തങ്ങളുടെ വിശദാംശങ്ങള്, അതിന്റെ തെളിവുകള് അല്ലാതെ ഇന്ത്യയില് ഈ ഇതിന്റെ തെളിവുകളൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ല. ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. ഈ മാതിരി പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നും തെളിവുകളോ ഈവൻ സിദ്ധാന്തങ്ങളുടെ വിശദാംശങ്ങൾ പോലുമോ പറയാൻ സാധിക്കില്ല. കാരണം ഇതെന്താ ഈ പുസ്തകങ്ങളെ കാണപ്പെടും. മുമ്പത്തെ ഇന്ത്യയിലെ ഒരു പഠന രീതി എങ്ങനെ വെച്ചാല് നിങ്ങൾ ചെയ്യുന്ന പോലെ നോട്ട് എഴുതിയും മറ്റേ എന്താ പറയാ പുസ്തകങ്ങളൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോകോപ്പി ചെയ്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ കൊണ്ടു നടക്കുന്നത്. അത് പണ്ട് വേദ പാരമ്പര്യത്തിന്റെ ഭാഗം. വേദങ്ങളൊക്കെ ഇത്രയും കാലം നിലനിന്നെയാണ് നല്ലൊരു ഭാഗം ഓർമ്മ വെച്ചു. അപ്പൊ ഇങ്ങനെ ഓർമ്മ വെക്കുന്ന ഒരു പാരമ്പര്യം ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ ഇത് ഇവിടെ അടുത്താണ്. ഇപ്പൊ പോലും എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൽ ഈ കാണുമ്പോൾ പഠിക്കാനുള്ള പ്രവണത വളരെ കൂടുതലാണ്. വിശേഷം പഴയ തലമുറയുണ്ട്. കാണുമ്പോൾ പഠിക്കലാണ് വിദ്യാർത്ഥികളെ പ്രധാനപ്പെട്ട ജോലി നിർദ്ദേശിക്കുന്നത്. ഇപ്പോഴും അതൊന്നും നമ്മൾ പുറത്തേക്ക് കാണുന്നുണ്ട്. കാരണം കാലം ഒരുപാട് വൈകിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കൃതികളെല്ലാം കാണപ്പെടാക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ കൃതി ചെറുതാണ്. ഒരുപാട് നീണ്ട കൃതി കാണപ്പെടാക്കാൻ പറ്റും. അപ്പൊ അരിപടിയും ചെറുതായതുകൊണ്ടാണ് അത് കാണപ്പെടാക്കാൻ പറ്റുന്നത്. അരിപടി ഒരുപാട് വലുപ്പമുള്ള എന്താ പറയാ 10,000 മോളെ പേജുള്ള ഒരു പുസ്തകമായിരുന്നെങ്കിൽ ആരും കാണപ്പെടാം. അപ്പൊ കാണപ്പെടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചുരുക്കി കാച്ചിക്കുറുക്കിയ രൂപത്തിലാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ പ്രൂഫിന്റെ കാര്യത്തിൽ ഒന്നും ഇവർക്ക് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. ഞാൻ ചെറിയ 2 ഉദാഹരണം പറയാം. ഗണേശ ദേവജ്ഞൻ ഏകദേശം 1507 അടുത്ത് ജീവിച്ചത് ഒരു പ്രധാനപ്പെട്ട ഗണിത ശാസ്ത്രജ്ഞനാണ് ഗണേശ ദേവജ്ഞൻ. അദ്ദേഹം ലീലാവതിക്ക്, ഭാസ്കരാചാര്യന്റെ ലീലാവതിക്ക് ബുദ്ധിവിലാസിനി എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ അംഗഗണിതത്തിലായാലും ബീജഗണിതത്തിലായാലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് സംശയാതീതമാണ്, അതല്ലെങ്കിൽ അത് എല്ലാ ഗണിതശാസ്ത്രജ്ഞന്മാർക്കും അംഗീകരിക്കാവുന്നതാണ് എന്ന് വരണമെങ്കിൽ അതിന് തെളിവ്. അല്ലാതെ ചുമ്മാ ഒരു പുസ്തകത്തിൽ കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. അത് അൽജിബ്രയെ പറ്റില്ല, അരിത്മെറ്റിക് കാര്യം. അപ്പൊ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കണം എന്ത് വേണം? അതിനൊരു തെളിവ്. ഇങ്ങനെ തെളിവുണ്ടെങ്കിൽ മാത്രമേ അംഗീകരിക്കാൻ എന്ന് ഗണേശ ദേവജ്ഞൻ പറഞ്ഞു. തെളിവുകളെ പറ്റി ഇവർക്ക് അറിയാത്ത ആൾക്കാരൊന്നുമില്ല. തെളിവ് എല്ലാ ഗണിതശാസ്ത്രത്തിൽ എന്ത് കാര്യം വെച്ചാലും അതിന് തെളിവ് വേണമെന്നുള്ളത് കൃത്യമായിട്ട് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് 1507. അപ്പൊ നമ്മുടെ പാരമ്പര്യം തെളിവും വിശദാംശങ്ങളൊന്നും വേണ്ടാന്നുള്ള പാരമ്പര്യമല്ല. പക്ഷെ അത് ചില കൃതികളിൽ എഴുതി വെക്കുന്നതിന് പരിമിതിയാണ്. അത് പ്രധാനപ്പെട്ട പ്രശ്നം കൃതികൾ എഴുതാനുള്ള മെറ്റീരിയലിന്റെ പ്രശ്നങ്ങളാണ്, ഓർമ്മിക്കാനുള്ള പ്രശ്നം. രാമന്റെ കേസ് തെളിവ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ പല ആൾക്കാരുടെ വിചാരം ഈ കാര്യങ്ങളൊക്കെ തെളിയിച്ചുകൊണ്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇത് ഗണിതശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് ഈ ഇൻഡ്യൂഷൻ, റിഗറസ് പ്രൂഫ് എന്നുള്ള 2 കാര്യം. അതായത് പലപ്പോഴും ഒരു ഗണിതശാസ്ത്രത്തിന്, രാമായണത്തിന്റെ കേസ് എല്ലാവരും പറയുന്നു അതേ ഉള്ളൂ, അത് എല്ലാ ഗണിതശാസ്ത്രന്മാർക്കും ബാധകം, എല്ലാ ഗണിതശാസ്ത്ര ഗവേഷകന്മാർക്കും പൊതുവെയുള്ള കാര്യം. പലപ്പോഴും നമുക്കൊരു കാര്യം ശരിയാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നതും അതിന്റെ കൃത്യമായ തെളിവ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് തമ്മിൽ വളരെ വ്യത്യാസം. ഒരു കാര്യം ശരിയാണെന്ന് നമ്മൾക്കൊരു ഫീലിംഗ് വരും, ഇൻഡ്യൂഷൻ. ഇങ്ങനത്തെ ഫീലിംഗ് വന്നിട്ടാണ് നമ്മൾ തെളിയിക്കാൻ ശ്രമിക്കുന്നത്.
അങ്ങനെ ഒരുപാട് കാലം, ചിലപ്പം നിരവധി വർഷങ്ങൾ നീട്ടിരിക്കും, എന്നാലും നമുക്ക് കാര്യം തെളിയിക്കാം. മനസ്സിലായി? അതായത് ഗണിതശാസ്ത്രജ്ഞന്മാർക്ക് പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാവുന്നത് അവർ നിരന്തരമായി നടത്തുന്ന പഠനത്തിന്റെയും എക്സ്പെരിമെന്റേഷന്റെയും ഒക്കെ ഭാഗമായിട്ട് അവർക്ക് പല കാര്യങ്ങളും എന്താ പറയുക ശരിയാണെന്ന് അവർക്ക് മനസ്സിലാവും. ഒരു വേഗമായിട്ട് ഒരു ഇൻഡ്യൂറ്റീവ് ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ ഇത് പരസ്യമായി പറയാൻ പറ്റില്ല, മറ്റൊരാളുടെ പറയാൻ പറ്റില്ല. മറ്റൊരാളുടെ പറഞ്ഞ അയാൾ അംഗീകരിക്കണം എന്ത് വേണം? തെളിവ്. പിന്നെയാണ് അയാൾ തെളിവിന് വേണ്ടി അന്വേഷിക്കുന്നത്. ഇങ്ങനെ ഈ തെളിവിന് വേണ്ടിയുള്ള അന്വേഷണം ചിലപ്പോൾ ഒരുപാട് കൊല്ലങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഫെർമാസ് ലാസ്റ്റ് ഇയർ, അത് ഫെർമ പറഞ്ഞത് എത്ര കാലം മുമ്പ്, പക്ഷെ പ്രൂവ് ചെയ്ത് വളരെ ഈടെയല്ലേ. അപ്പൊ ഇത്രയും കാലം എല്ലാ ഗണിതശാസ്ത്രന്മാർ, ലോകത്തിലെ മുഴുവൻ ഗണിതശാസ്ത്രന്മാർ എന്തിനു നടക്കുമായിരുന്നു? തെളിവിന് വേണ്ടി നടക്കുമായിരുന്നു. പക്ഷെ കാര്യം പണ്ട് പുറമെ പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും അത് ഇൻഡ്യൂഷൻ വഴി വരുന്നതും അതിന് കൃത്യമായ പ്രൂഫ് ഉണ്ടാവുന്ന അവര് വളരെ വ്യത്യാസം. ശ്രീനിവാസ രാമായണത്തിന് പല കാര്യങ്ങളും അദ്ദേഹം പല ഫോർമുലകളും ദുരിതരാ അദ്ദേഹം എഴുതുന്നുണ്ട്. രാത്രി ഉറക്കുന്നു വന്നിട്ടൊക്കെ അദ്ദേഹം ഫോർമുല എഴുതാണ്. ഇത് പല എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം. പക്ഷെ അതിന് കൃത്യമായിട്ട് തെളിവ് കൊടുക്കാൻ അദ്ദേഹത്തിന് മാത്രമല്ല, ഈ തെളിവൊക്കെ റിഗ്രസ് ആയിട്ട് തെളിവ് കൊടുക്കുന്ന സമ്പ്രദായത്തിനെ പറ്റി കേംബ്രിഡ്ജ് ചെല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല അദ്ദേഹത്തിന്റെ അങ്ങനെ കിട്ടിയ അദ്ദേഹത്തിന്റെ പല റിസൾട്ടുകളും തെറ്റുമാണ്. ഈ രാമായണത്തിന്റെ കിട്ടിയ റിസൾട്ടുകളിൽ പലതും തെറ്റായിട്ട്, പലതും ശരിയായി. അതിന്റെ തെളിവുകൾ പിന്നീട് രാമായണത്തിനോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ പിന്നീട് വർക്ക് ചെയ്യുന്നവർക്കോ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ചില ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റാം. അപ്പൊ ഈ ഇതിന്റെ മാത്തമാറ്റിക്സിന്റെ സൈക്കോളജി എന്ന് പഠിക്കുന്നത് എനിക്ക് പോയിന്റ് ഒരു ലേഖനം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് വേറെ മല്ലാൻ ഏകദേശം 1578 അടുത്ത് ജീവിച്ച ഒരു പ്രധാനപ്പെട്ട ഗണിതശാസ്ത്രജ്ഞനാണ് മല്ലാൻ. അദ്ദേഹം ഗണേശ ദേവജ്ഞന്റെ ഗ്രഹലാഘവം എന്നുള്ള ബുക്കിൽ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ മന്ദബുദ്ധികളായ ഗണിതജ്ഞന്മാർക്ക് വേണ്ടി ഗണക മന്ദധിയോ ഗണകന്മാർ മാത്തമാറ്റീഷ്യൻസ് എങ്ങനെയാ മന്ദധിയോ ബുദ്ധിക്ക് വേണ്ടത്ര ബുദ്ധിയില്ലാത്ത ഗണിതശാസ്ത്രജ്ഞരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ വിശദമായ തെളിവുണ്ട്. അത് നല്ല സാമർത്ഥ്യമുള്ള നല്ല ഗണിതശാസ്ത്രജ്ഞർക്കാണെങ്കിൽ പ്രൂഫിനൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഒരു തിയറം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രൂഫ് അവർ സ്വയം കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. താരതമ്യേന മോശമായ കുറെ കുട്ടികളുണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ തെളിവൊക്കെ വളരെ വിശദമായിട്ട് എഴുതാം. ഒരു കൺസെഷൻ മന്ദബുദ്ധികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക കൺസെഷൻ. അല്ലാതെ കഴിവുള്ള നല്ല കുട്ടികൾക്കൊന്നും പ്രൂഫ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു കാര്യം മനസ്സിൽ അത് പ്രൂവ് ചെയ്യാൻ അവർ സ്വയമേ ചിന്തിച്ചതുകൊണ്ട് ഇതാണ് ഈ ഇന്ത്യക്കാരുടെ ഇതിനെപ്പറ്റി മല്ലാരിയുടെ ഇപ്പം തെളിവിനെ പറ്റിയുള്ള നമ്മുടെ ധാരണ അല്പം വ്യത്യസ്തം. അതിൽ ഈ തെളിവ് എന്ന് പറയുന്നത് തന്നെ ഈ ഗ്രീക്കുകാർ പറയുന്ന അതേ തെളിവ് മാത്രമേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ആരാ പറഞ്ഞത്? ഗ്രീക്കുകാർക്കുള്ള കുഴപ്പമാണ്. ഗ്രീക്കുകാർക്ക് റിസൾട്ടിനേക്കാളും പ്രധാനം തെളിയിക്കുന്ന പ്രോസസ്സിലാണ്. അതിൽ അഭിരമിക്കുന്ന ആൾക്കാർ. പക്ഷെ ഇന്ത്യക്കാർ ഒരിക്കലും അങ്ങനെ ഇന്ത്യക്കാര് അങ്ങനെ ഗ്രീക്കുകാർ തെളിയിക്കുന്ന പോലെ ഒരു തെളിവിന് വേണ്ടി ശ്രമിച്ചില്ല. എന്താ ഗ്രീക്കുകാർ തെളിയുന്ന രീതി? ആക്സമാറ്റിക്. അവർക്ക് കുറച്ച് അടിസ്ഥാന ആക്സൻസ് ഉണ്ടാവും. ആ ആക്സൻസ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിഷ്കൃഷ്ടമായിട്ട് തെളിയിക്കുന്നത്. അത് പിന്നെ ക്രമേണ അത് നമ്മുടെ ലോക ഗണിതശാസ്ത്രത്തിന്റെ രീതിയായി മാറി. ഇതിന്റെ ഏറ്റവും നല്ല പ്രതീകങ്ങളാണ് നമ്മുടെ ബൂർബാക്കി. പക്ഷെ അത് ഗണിതശാസ്ത്രത്തിനോടുള്ള ഒരു സമീപന രീതി മാത്രമല്ല. അങ്ങനത്തെ ഒരു സമീപന രീതി മാത്രമേ ഗണിതശാസ്ത്രത്തിൽ ശരിയാവൂ എന്ന് പറയാൻ പറ്റും. ഇന്ത്യക്കാരങ്ങനെയല്ല വിശ്വസിച്ചത്. അവർ ആ രീതിയിൽ ആക്സിമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ തെളിയിക്കാനല്ല ശ്രമിച്ചത്. ഒരു കാര്യം ഒരാൾ റിസൾട്ട് പറയണമെങ്കിൽ ആ റിസൾട്ട് ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് തെറ്റല്ല എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അതിനുള്ള തെളിവുകൾ, ജോമെട്രിക് ആയിട്ടുള്ള പ്രൂഫോ അതല്ലെങ്കിൽ അതിനുള്ള ആർഗ്യുമെന്റ്സോ അവർ കൊടുത്തു. അതല്ലാതെ എല്ലാത്തിനെയും ആക്സിമാറ്റിക് ആയിട്ട് പ്രൂവ് ചെയ്യുന്ന രീതി ഇന്ത്യയിൽ അത്ര പ്രചാരത്തിലുണ്ട്. അവരുടെ രീതി അതല്ല. അവരുടെ ഇന്ത്യക്കാരുടെ രീതി നല്ല പല രീതിയല്ല. ഈ രീതി ലോകത്തിൽ കൊണ്ടുവന്നത് ഗ്രീക്കുകാരാണ്. ക്രമേണ അത് വെസ്റ്റേൺ ലോകത്തിലും ലോകം മുഴുവൻ പരന്നു. അപ്പൊ അതിന് വ്യത്യസ്തമായ ചിന്താഗതിയാണ്. ഉദാഹരണമായിട്ട് ഈ ഗ്രീക്കുകാരുടെയും ഒക്കെ ആക്സിമാറ്റിക് രീതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിഡക്ഷോ അഡ് അബ്സേർഡ്.
പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. എന്താ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്തിരിക്കുക, അങ്ങനെ അല്ലാന്ന് ഇരിക്കുക, എന്നിട്ടൊരു കോൺട്രഡിക്ഷൻ. ഉദാഹരണമായിട്ട് പ്രൈം നമ്പേഴ്സ് ഇൻഫിനിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്തിരിക്കുക. നമ്മൾ ആദ്യം എന്ത് പറയും? അല്ല, പ്രൈം നമ്പേഴ്സ് ഫൈനൈറ്റ് ആണെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കോൺട്രഡിക്ഷൻ. അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ? പ്രൈം നമ്പേഴ്സ്. ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്താ അറിയോ? ഏത് സ്റ്റേറ്റ്മെന്റ് എടുത്താലും അത് തെറ്റല്ലെങ്കിൽ പിന്നെ ശരിയാവും, ശരിയല്ലെങ്കിൽ ഒരു തെറ്റാവും. ഈ രണ്ടെണ്ണം, അതായത് ഞാൻ മുമ്പ് എനിക്ക് പറഞ്ഞത്, ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുകിൽ ശരിയായിരിക്കും അല്ലെങ്കിൽ തെറ്റായിരിക്കും, ഏതെങ്കിലും ഇത് ഒന്നാവും. രണ്ടും കൂടി ആവാനും പറ്റില്ല. അരിസ്റ്റോട്ടലിന്റെ കാര്യം ഇതാണ് ഈ പറഞ്ഞ ആക്സിയോമാറ്റിക് മെത്തേഡിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇത് വെച്ചുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ തെളിയിച്ചെടുക്കാം. ഈ രീതി ഒന്നും ഇന്ത്യയിൽ അത്ര വലിയ പ്രധാനം. അത് ഞാൻ മുമ്പ് പറഞ്ഞത് ടെട്രാലോമാണ് ബുദ്ധന്മാരുടെ. അത് ബുദ്ധന്മാരെ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റിന് 4 പോസിബിലിറ്റി നൽകുന്നത്. അതായത് ശരി, തെറ്റ്, ശരിയും തെറ്റും, ശരിയുമല്ല തെറ്റുമല്ല. എന്നാൽ ജൈനമതക്കാർ അതിനേക്കാളും കൂടെ വലിയ വേറെ സംഭവം ഉണ്ടെന്ന്. എന്താണ്? 7 അപ്പൊ ഇങ്ങനെയൊക്കെ അറിയിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇവർക്ക് ഈ പറഞ്ഞ അരിസ്റ്റോട്ടലിന്റെ ചെറിയൊരു വളയത്തിന്റെ ഉള്ളിൽ കിടന്ന് ചാടലല്ല, അതിനേക്കാളും കൂടുതൽ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയിക്കുന്നത്. ഇന്ത്യയിൽ വളരെ ഈ തർക്കശാസ്ത്രം, ന്യായശാസ്ത്രം പോലുള്ള കാര്യങ്ങൾ ഡെവലപ്പ്. പക്ഷെ ഇത് നമുക്ക് ഇതെല്ലാം മോശമാണ്, മറ്റേ ഗ്രീക്കുകാർക്ക് മാത്രമേ ശരിയുള്ളൂ എന്നുള്ളത് നമുക്ക് തോന്നുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ രീതി ചിലപ്പോൾ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഏതായാലും ഇന്ത്യക്കാർക്ക് ഏതായാലും അങ്ങനത്തെ ഒരു ഒബ്സഷൻ ഉണ്ടായിരുന്നില്ല. ഈ റിഡക്ഷൻ ആൻഡ് അബ്സേർഡും ഇപ്പോഴത്തെ ഗണിതശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. നിങ്ങൾ ഒരുപാട് തിയറികൾ നിങ്ങൾ അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതത്ര പോപ്പുലർ അല്ല. ഈ ഇന്ത്യയിലെ ഗണിതശാസ്ത്രന്മാർക്ക് ഈ റിഡക്ഷൻ ആൻഡ് അബ്സേർഡ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ അത്ര വലിയ താല്പര്യം. ഒന്നാമത്തെ കാരണത്താൽ അവർ ആക്സിയോമാറ്റിക് അപ്രോച്ചാണ്. ചില സ്ഥലത്തൊക്കെ അവര് ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് ഉപയോഗിച്ചു. പക്ഷെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരിക്കലും റിഡക്ഷൻ ആൻഡ് അബ്സോർഡ് ഉപയോഗിച്ചു. നമ്മൾ സാധാരണ ചെയ്യാറ്, നമ്മള് ഉയർന്ന MSc മാത്തമാറ്റിക്സിലൊക്കെ പലപ്പോഴും ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നു തെളിയിക്കുന്നത് എങ്ങനെയായിരിക്കും? ഉദാഹരണമായിട്ട് ഏത് വെക്ടർ സ്പേസ് എടുത്താലും അതിലൊരു ബേസ് ഉണ്ട്, എമൽ ബേസിൽ നമ്മൾ പ്രൂവ് ചെയ്യില്ല. അതെങ്ങനെയാണ് തെളിയിക്കുന്നത്? ആക്സിയോമാറ്റിക് ആയിട്ടാണ് തെളിയിക്കുന്നത്. ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ ആക്സിയോമാറ്റിക് ആയിട്ട് തെളിയിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? സാധനം എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒറ്റ ഉദാഹരണം പോലും കൊടുക്കാം. പക്ഷെ ഇന്ത്യക്കാരെ എന്താ ഒരു സാധനത്തിന് നോൺ എക്സിസ്റ്റൻസ്, ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തെളിയിക്കാൻ അവർ ചിലപ്പം നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മനസ്സില്ലാത്ത മനസ്സോടെ റിഡക്ഷൻ ആൻഡ് അബ്സോർഡ് ഉപയോഗിച്ചിട്ടായിരിക്കാം ദുർലഭ വസ്തുക്കൾ. പക്ഷെ ഒരിക്കലും ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നു തെളിയിക്കാൻ അവര് റിഡക്ഷൻ അബ്സോർഡ് ഉപയോഗിക്കും. അതവരുടെ ഒരു ഇത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു ഫിലോസഫി ഓഫ് മാത്തമാറ്റിക്സ് ഉണ്ട്, കൺസ്ട്രക്റ്റിവിസം. അതായത് ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സാധനം കൺസ്ട്രക്ട് ചെയ്യാൻ ഉള്ള ഒരു പ്രൊസീജിയർ പറയാം, ഒരു അൽഗോരിതം പറയാം. എന്ന് പറഞ്ഞ അർത്ഥം അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്പിലൂടെ ഈ പറഞ്ഞ സാധനം കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ നമുക്ക് പറയാം. അല്ലെങ്കിൽ അങ്ങനെ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ മുമ്പൊരു ലെക്ചർ ഒരു ദിവസം ഞാനൊരു കഥ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. ഒരാള് പൈ ട്രാൻസെൻഡന്റലാണെന്ന്, പൈ അൽജിബ്രിക് നമ്പർ അല്ല എന്ന് അനൗൺസ് ചെയ്തു ഒരു വലിയ മാത്തമാറ്റീഷ്യനോട്. അയാൾ പറഞ്ഞു അതിലിപ്പോ പൈ എക്സിസ്റ്റ് ചെയ്യുന്നത് ആരെയും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പൈ എന്നുള്ള നമ്പർ അൽജിബ്രിക് ആണോ ട്രാൻസെൻഡന്റൽ ആണോ, അതായത് ഒരു പോളിനോമിയൽ, റാഷണൽ പോളിനോമിയലിന്റെ 0 ആണോ അല്ലയോ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപ്പൊ ലിൻവേ എന്നുള്ള ഒരാളാണ് ഒരിക്കൽ പ്രൂവ് ചെയ്തത്. ലോകത്തെ വലിയ പാർട്ടി, എല്ലായിടത്തും ഭയങ്കര പാർട്ടി. അപ്പൊ അങ്ങനെ ഒരു വലിയ മാത്തമാറ്റീഷ്യനോട്, യൂറോപ്പിലോ മറ്റുള്ള ഒരാളാണ്, ഒരാൾ വലിയ കാര്യമുള്ളൂ, അറിഞ്ഞോ ഇങ്ങനെ പൈ അൽജിബ്രിക് അല്ല ട്രാൻസെൻഡന്റലാണ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രധാന പ്രവർത്തകർ ഓഡിയൻസ് ചെയ്യിപ്പാണ്. അപ്പൊ അതിന് മറുപടി അയാൾ പറഞ്ഞത് പൈ എക്സിസ്റ്റ് ചെയ്യുന്നു എന്താ പറയുന്നത്? കാരണം പൈ ഒരു സംഖ്യ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യണം പൈ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. പൈ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പോസിറ്റീവ് ഇൻഡിജേഴ്സ്. അതാണല്ലോ ചെയ്യുന്നത്. പോസിറ്റീവ് ഇൻഡിജേഴ്സ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യും? ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്പിൽ കൂടെ പൈ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരാൾക്ക് ഒരു മെത്തേഡ് കണ്ടുപിടിക്കണ്ടേ? അതില്ലെങ്കിൽ ചിലപ്പോൾ പൈ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് അറിയില്ല. ഇല്ലാത്ത പൈ പിന്നെ ട്രാൻസ്ഫറിലാണോ അൽജിബ്രേക്ക് ആണോ എന്നാക്കി യാതൊരു ബെറ്ററില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഈ കൺസ്ട്രക്ടിവിസ്റ്റ്, ഇൻഡ്യൂഷനിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഫിലോസഫി മെത്തേഡ്സ്.
അവരിങ്ങനെ ലോജിക്കിനെ ആവശ്യമില്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ പറയുന്നതാണ് ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഉദാഹരണമാണ്, അല്ലാതെ ഇല്ലീഗൽ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ലോജിസിസ്റ്റുകളായിട്ടുള്ള ഗണിതശാസ്ത്രന്മാർ എന്താ ചെയ്യാം, ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നു തെളിയിക്കണമെങ്കിൽ അവരെന്താ ചെയ്യാം, എക്സിസ്റ്റ് ചെയ്യില്ല എന്നിരിക്കാം, then there is a contradiction. ഇതാണ് മാത്തമാറ്റിക്സിലെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ്. പക്ഷെ മറ്റൊരു പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം നിങ്ങൾക്ക് തരാൻ പറ്റും, ആ ഉദാഹരണം കൺസെപ്റ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റൻസ് പ്രൂവിന് യാതൊരാണ് അങ്ങനെ വിചാരിക്കുന്നത്. ഇതൊരു മാത്തമാറ്റിക്സ് ഫിലോസഫിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. നമുക്ക് പോകുന്നില്ല, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിഷയമാണ് ഗണിതശാസ്ത്രത്തിന്റെ ഫിലോസഫി. ഇനി എന്തെങ്കിലും ഞാൻ ഒരു ഇതുവരെ ലെക്ചർ നടത്തുവാണെങ്കിൽ ഒരു പക്ഷേ പരിഗണിക്കപ്പെടാനിടയുള്ള ഒരു ടോപ്പിക് ഇപ്പൊ ഇതൊന്നും ചർച്ചയില്ല, ഗണിതശാസ്ത്രത്തിന്റെ ദർശനം. അപ്പോ ഇതാണ് ഇവരുടെ രീതി, ഈ പ്രൂഫിനെ കുറിച്ചുള്ള ഇവരുടെ ചിന്താഗതി.